നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ദ മെഷർമെൻറ്റ് സ്കെയിൽ ഓർ ക്രൈറ്റീരിയ ഫോർ ഗുഡ് മെഷർമെൻറ്റ് ടൂൾ ഓർ ഇൻസ്ട്രുമെൻറ്റ്. ഒരു നല്ല മെഷർമെൻറ്റ് സ്കെയിലിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 3 കാര്യങ്ങളാണ്. ഒരു സ്കെയിൽ നല്ലൊരു മെഷർമെൻറ്റ് സ്കെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് possess some characteristics, that is test of validity, test of reliability and test of practicability. ഈ 3 ടെസ്റ്റുകളും ഈ ഒരു 3 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്ന മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഏറ്റവും നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി. Test of validity indicates the degree to which an instrument measures. Validity is the ability of a measurement to measure what is supposed to measure. അപ്പോൾ നമ്മൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് മെഷർ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിലാണോ എന്നുള്ളതാണ് ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ മെഷർ ടു മെഷർ വാട്ട് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു ടോപ്പിക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ക്യാരക്ടറിസ്റ്റിക്കാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു സ്കെയിലുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ വാലിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്കെയിലും നമുക്ക് 100% ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഏകദേശം അത് വാലിഡിറ്റി പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് നല്ലതാണെന്ന് പറയാം. There are 3 types of validity. First one, content validity, criterion validity and construct validity. അപ്പോൾ 3 തരത്തിലാണ് വാലിഡിറ്റി ഉള്ളത്. ഒന്ന് കണ്ടൻറ് വാലിഡിറ്റി, സെക്കൻഡ് വൺ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അപ്പോൾ കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡ്സ് ആഡിക്വേറ്റ് കവറേജ് ഓഫ് ദ ടോപ്പിക്സ് അണ്ടർ സ്റ്റഡി. If the instrument contains a representative of the population, the content validity is good. The content validity can also be judged by a panel of persons. This panel will judge how well the measuring instrument meets the standard. അപ്പോൾ കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സ്റ്റഡി നടത്തുന്ന ആ ടോപ്പിക്കിൽ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, നമ്മൾ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ഏരിയയിൽ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, അഡിക്വേറ്റ് കവറേജ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടൻറ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ്. It relates to the ability of the researcher to predict some outcome or estimate the existence of the current situation. The concerned criteria should possess the qualities like relevance, free from bias, reliability and availability. ഇപ്പോൾ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ റിസർച്ചർക്ക് ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റിസർച്ചർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനൊക്കെ തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഔട്ട്കം എന്തായിരിക്കും നമുക്ക് റിസർച്ചർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. ദെൻ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്താണ്? ഇറ്റ് റിലേറ്റ്സ് ടു മെഷർമെൻറ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് tool to measure the phenomenon being studied. Application of constructive validity can be effectively facilitated with the involvement of panel of experts closely familiar with the measure and phenomenon. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ടൂളിൻ്റെ സ്യൂട്ടബിലിറ്റി അസസ് ചെയ്യുക. ടു മെഷർ ദ ഫിനോമിനൻ ബീയിങ് സ്റ്റഡി, നമ്മൾ പഠിക്കുന്ന ഫിനോമിനൻ മെഷർ ചെയ്യാൻ പറ്റുക സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലാണോ നമ്മളുടേത്, മെഷർമെൻറ്റ് ടൂളാണോ എന്നുള്ളത് അസസ് ചെയ്യുകയാണ് കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ഫീച്ചർ, നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് അത് മെഷർ ചെയ്യാൻ
പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലാണോ അത് അസസ് ചെയ്യാണ് കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഓഫ് വാലിഡിറ്റിയിൽ 3 വാലിഡിറ്റിയാണ് പറഞ്ഞത്. ഒന്ന് കണ്ടൻറ് വാലിഡിറ്റി, സെക്കൻഡ് വൺ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി, തേർഡ് വൺ കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ടോപ്പിക്കിൽ അഡിക്വേറ്റ് കവറേജ് കിട്ടുന്നുണ്ടോ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ നമ്മൾ ടോപ്പിക്ക് അത് കവർ ചെയ്യുന്നുണ്ടോ, അഡിക്വേറ്റ് കവറേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കണ്ടൻറ് വാലിഡിറ്റി കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ the ability of the researcher to predict some outcome or estimate the existence of the current situation. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ റിസർച്ചർക്ക് ഒരു ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തായിരിക്കും അവിടെ സ്റ്റഡിയുടെ റിസൾട്ട് നമുക്ക് റിസർച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ദെൻ കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ടൂൾ ടു മെഷർ ദ ഫിനോമിനൻ ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ പഠിക്കുന്ന ഫിനോമിന അത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ സ്കെയിൽ, സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി ആണ്. സെക്കൻഡ് വൺ, ദിസ് അതർ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഇഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഗിവ്സ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിലയബിൾ. നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് ആണ് തരുന്നതെങ്കിൽ നമുക്കത് റിലയബിൾ ആണെന്ന് പറയാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ റിലയബിൾ ഇൻസ്ട്രുമെൻറ്റ് നീഡ് നോട്ട് ബി എ വാലിഡ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു റിലയബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് വെച്ചിട്ട് അത് വാലിഡ് ആവണമെന്നില്ല. പക്ഷേ വാലിഡ് ഇൻസ്ട്രുമെൻറ്റ് മേ ബി റിലയബിൾ ആവാം. ദെൻ റിലയബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ആസ്പെക്ട്സ്, നെയിംലി സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വലൻസ്. അപ്പോൾ ഒരു മെഷർമെൻറ്റിൻ്റെ റിലയബിലിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ആസ്പെക്ട്സിനാണ്. ഒന്ന് സ്റ്റെബിലിറ്റി, വേറൊന്ന് ഇക്വലൻസ്. ദ സ്റ്റെബിലിറ്റി ആസ്പെക്ട് ഈസ് കൺസേൺ വിത്ത് securing consistent results with repeated measurements of the same person and with the same instrument. ആ സെയിം ഇൻസ്ട്രുമെൻ്റ് അതുപോലെ സെയിം ആളുകൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. അതാണ് സ്റ്റെബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദ ഈക്വലൻ്റ് ആസ്പെക്ട് കൺസിഡേഴ്സ് ഹൗ മച്ച് എറർ മേ ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓർ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഓഫ് ഐറ്റംസ് ബീയിങ് സ്റ്റഡീഡ്. അപ്പോൾ ഈക്വലൻ്റ് ആസ്പെക്ട് കൺസിഡേഴ്സ് ഹൗ മച്ച് എറർ മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്, എത്രത്തോളം എറേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഓഫ് ഐറ്റംസ് പഠിക്കുമ്പോൾ എത്രത്തോളം എറേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈക്വലൻ്റ് ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് റിലയബിലിറ്റി നമുക്ക് 2 വേസിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡൈസ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ മെഷർമെൻറ്റ് ടേക്ക് പ്ലേസ്. നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്ന അവിടെ കണ്ടീഷൻസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഡിസൈൻ കെയർഫുള്ളി ദ ഡയറക്ഷൻസ് ഫോർ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിലെ ഡയറക്ഷൻസ് കെയർഫുള്ളി ഡിസൈൻ ചെയ്യുക. ട്രെയിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് പേഴ്സൺസ് ആർ എംപ്ലോയിഡ് ടു കണ്ടക്ട് റിസർച്ച്. ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് ചെയ്യുക, റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 2 കണ്ടീഷൻസ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അത് റിലയബിൾ ആവാം. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഗിവ്സ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തി, അത് അതേ സംഭവം തന്നെ നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ നടത്തുന്ന ഡിഫറെൻറ്റ് റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ അതെന്തല്ല, റിലയബിൾ അല്ല. സെയിം റിസൾട്ടാണെങ്കിൽ അത് റിലയബിൾ ആണ്. അതാണ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. The practicability of measuring instruments depends upon its convenience, economy and interpretability features. അപ്പോൾ കൺവീനിയൻ്റ് ആയിരിക്കണം നമ്മളെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കൺവീനിയൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് താങ്ങാൻ പറ്റുന്ന എക്കണോമി, നമുക്ക് താങ്ങാൻ പറ്റുന്ന കോസ്റ്റ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റബിലിറ്റി ഫീച്ചേഴ്സ് ഉള്ളതായിരിക്കണം. അപ്പോൾ ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി അതുപോലെ തന്നെ ഈസി ടു അഡ്മിനിസ്റ്റർ, കൺവീനിയൻസിനായിരിക്കും, അഡ്മിനിസ്റ്റർ ചെയ്യാനും ഈസി ആയിരിക്കണം.
For this purpose, the researcher or investigator should give proper attention to the layout of the measuring instrument. It indicates that the measuring instrument is a convenient one. Convenient ആയിരിക്കണം, നമുക്ക് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. The measuring instrument must be interpretable. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളൊരു മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. In order to possess such feature, it must be supplemented by detailed instructions to administer the test, scoring keys, evidence about the reliability and guides for using the test and interpretation of the results. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ പൊസസ് ചെയ്യാൻ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് പറയണത്. ഒന്ന് സ്കോറിങ് കീസ് കൊടുക്കണം, അതുപോലെ തന്നെ റിലയബിലിറ്റിൻ്റെ എവിഡൻസ്, അതുപോലെ ആ ടെസ്റ്റ് യൂസ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്, അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എങ്ങനെയാണ് അതൊക്കെ കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്തായിരിക്കണം? ഷുഡ് ബി ഈസി ടു അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഈസി ആയിരിക്കണം. ഷുഡ് ബി എക്കണോമിക്കൽ ആൻഡ് ഷുഡ് ഹാവ് ദ ഫീച്ചർ ഓഫ് ഇൻ്റർപ്രറ്റബിലിറ്റി, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ ഇത്രയും മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. 3 എസെൻഷ്യൽസ്, ക്രൈറ്റീരിയ ഫോർ ഗുഡ് ഗുഡ് മെഷർമെൻറ്റ് ടൂളിന് വേണ്ട ക്രൈറ്റീരിയയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടെസ്റ്റ് ഓഫ് വാലിഡിറ്റിയാണ്. ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യുന്നതിൻ്റെ ഡിഗ്രി. ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് എ മെഷർ ടു മെഷർ വാട്ട് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മെഷർ ചെയ്യുന്നുണ്ടോ. ദെൻ അതിൽ വരുന്ന 3 പറഞ്ഞത്. ടെസ്റ്റ് ഓഫ് വാലിഡിറ്റിയിൽ വരുന്ന ഫസ്റ്റ് 1 കണ്ടൻറ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി നടത്തുന്ന ടോപ്പിക്കിൽ എത്രത്തോളം കവറേജ് കിട്ടുന്നുണ്ട്, ആ ടൂൾ യൂസ് ചെയ്ത് എത്രത്തോളം കവറേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടൻറ് വാലിഡിറ്റി. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ റിസർച്ചർ ടു പ്രെഡിക്റ്റ് സം ഔട്ട്കം. ഒരു റിസർച്ചർക്ക് എത്രത്തോളം അവരുടെ ഇത് കിട്ടും, ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം ഔട്ട്കം എന്താണായിരിക്കും ഔട്ട്കം എന്ന് അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ദെൻ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയിൽ സ്യൂട്ടബിലിറ്റി ഓഫ് ദ മെഷർമെൻറ്റ് ടൂൾ, നമ്മുടെ ഫിനോമിനൻ മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ സ്കെയിൽ എന്നുള്ളതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പറഞ്ഞത് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് തരുന്നുണ്ടോ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡേയ്സിൽ നമ്മൾ ആ ഒരേ ടെസ്റ്റ് തന്നെ ഇൻസ്ട്രുമെൻ്റ് തന്നെ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് റിസൾട്ട്സ് ആണോ സെയിം റിസൾട്ടാണോ കിട്ടുന്നത്, കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് കിട്ടുന്നുണ്ടോ, അതാണ് നമ്മൾ റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കബിൾ ആണോ, നമുക്കത് കൺവീനിയൻ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഒരു സ്കെയിൽ, അതുപോലെ തന്നെ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ, എക്കണോമിക്കലാണോ, ദെൻ അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി എന്നുള്ളതിൽ വരുന്നത്. നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്ക് പറയുന്നുണ്ട് കണ്ടിന്യൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ സ്കെയിൽ അപ്രോപ്രിയേറ്റ് ആണോ, നമ്മൾ സ്കെയിൽ അപ്രോപ്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് റിസർച്ചർക്ക് എന്ത് വേണം, ഹി ഷുഡ് ഹാവ് ഫുൾ നോളജ് ഓഫ് ദ യൂണിവേഴ്സ് ഫ്രം വേർ സാമ്പിൾ ഈസ് ടേക്കൺ ഫോർ സ്റ്റഡി. അപ്പോൾ നമ്മുടെ സ്കെയിൽ അപ്രോപ്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച്, നമ്മൾ എവിടെ നിന്നാണ് സാമ്പിൾ എടുത്തത് ആ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഫുൾ നോളജ് ആ റിസർച്ചർക്ക് ഉണ്ടായിരിക്കണം. ഈ വേരിയസ് ഫാക്ടേഴ്സ് ആർ ലോജിക്കലി റിലേറ്റഡ്. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ലോജിക്കലി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ആൻഡ് ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂഡ് മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് മെഷറബിൾ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്കെയിലബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂം എന്നുള്ള ടേം പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിനോമിന, ആ ഒരു ഫിനോമിനൻ്റെ സ്കെയിലബിലിറ്റി ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂത്തിലുള്ള സ്കെയിലാണെങ്കിൽ അത് എന്തുണ്ടായിരിക്കും, ഇറ്റ് ഹാസ് ഹയസ്റ്റ് പോയിൻ്റ് ആൻഡ് ലോവസ്റ്റ് പോയിൻ്റ് വിത്ത് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഇറ്റ് മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. അപ്പോൾ ഇത് സ്കെയിലിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ് പറയാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.